ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സൂറത്ത് മുഹമ്മദ് 25-26. أعوذ بالله من الشيطان الرجيم. إن الذين ارتدوا على أدبارهم. രണ്ട് മീം അടുത്ത് വരുമ്പോൾ ഒന്നിച്ച്, പിന്നെ മീൻ ബഅദി നൂന്ന മീമാക്കി മാറ്റി ഉന്നത്തോടുകൂടി. ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദാ അശ്ശൈത്വാനു സവ്വല ലഹും വഅംലാ ലഹും ذلك بأنهم قالوا للذين كرهوا ما نزل الله سنطيعكم في بعض الأمر والله يعلم إسرارهم. إن الذين ارتدوا على أدبارهم من بعد ما تبين لهم من بعد ما تبين لهم الهدى الشيطان سول لهم وأملى لهم. من بعد ما تبين لهم الهدى الشيطان سول لهم وأملى لهم. ذلك بأنهم قالوا للذين كرهوا ما نزل الله سنطيعكم. ذلك بأنهم قالوا للذين كرهوا ما نزل الله سنطيعكم في بعض الأمر والله يعلم إسرارهم. سنطيعكم في بعض الأمر والله يعلم إسرارهم. إن الذين ارتدوا തീർച്ചയായും പിന്തിരിഞ്ഞു പോയ, പുറത്തുപോയ അല്ലെങ്കിൽ മടങ്ങിപ്പോയ ഒരു കൂട്ടർ, അലാ അദ്ബാരിഹിം അവരുടെ പിൻഭാഗങ്ങളിലേക്ക്, പുറകുവശത്തേക്ക്, മിൻ ബഅദി മാ തബയ്യന വ്യക്തമായതിന് ശേഷം, ലഹും അവർക്ക്, അൽ ഹുദാ സന്മാർഗം, അശ്ശൈത്വാനു പിശാച്, സവ്വല ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു, ലഹും അവർക്ക്, വ അംല അയച്ചിട്ട് കൊടുക്കുകയും ചെയ്തു, ലഹും അവർക്ക്. ലാലിക്ക അത്, ബി അന്നഹും കാരണം തീർച്ചയായും അവർ, കാലു അവർ പറഞ്ഞു, ലില്ലദീന കരിഹു വെറുത്ത ഒരു കൂട്ടരോട്, മാ നസ്സലല്ലാ അല്ലാഹു ഇറക്കിയതിനെ വെറുത്ത, സനുതീഉക്കും ഞങ്ങൾ നിങ്ങളെ അനുസരിക്കാം, ഫീ ബഅദിൽ അംരി ചില കാര്യങ്ങളിൽ, വല്ലാഹു യഅലമു അല്ലാഹു അറിയുന്നു, ഇസ്റാറഹും അവർ രഹസ്യമാക്കി വെക്കുന്നതിനെ. ഇന്നല്ലദീന ഇർതദ്ദു അലാ അദ്ബാരിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദാ തങ്ങൾക്ക് സന്മാർഗം വ്യക്തമായതിന് ശേഷം പിൻഭാഗത്തേക്ക് തിരിഞ്ഞ് മടങ്ങിപ്പോയവർ തീർച്ചയായും അശ്ശൈത്താനു സവ്വലലഹും ശൈത്താൻ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഭംഗിയാക്കി കാണിച്ചു കൊടുത്തതാണ്. വ അംലാലഹും അവൻ അവർക്ക് ഒരു സാവകാശം
കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഒന്ന് അയച്ചിട്ട് കൊടുക്കുകയും ചെയ്തു. ദാലിക ബിഅന്നഹും ഖാലൂ ലില്ലദീന കരിഹൂ മാ നസ്സലല്ലാഹ്. അതങ്ങനെ സംഭവിക്കാൻ കാരണം അള്ളാഹു ഇറക്കിയതിനെ വെറുത്ത ഒരു കൂട്ടരോട് അവരിപ്രകാരം പറഞ്ഞതാണ്. സനുതീഉകും ഫീ ബഅദിൽ അംരി, ചില കാര്യങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ അനുസരിക്കാം. വല്ലാഹു യഅലമു ഇസ്റാറഹും, അവർ രഹസ്യമാക്കി വെക്കുന്ന കാര്യങ്ങൾ അള്ളാഹു അറിയുന്നു. ഇവിടെയും മുനാഫിക്കുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. കപട വിശ്വാസികൾ, മദീന ജീവിതത്തിലുണ്ടായ ഒരു പുതിയ വർഗമാണ് മുനാഫിക്കുകൾ. മുസ്ലിം സമൂഹത്തിന് അധികാരം കിട്ടിയപ്പോൾ ആ അധികാരത്തിൻ്റെ തണലിൽ അതിൻ്റെ സുഖങ്ങൾ ആസ്വദിക്കുകയും എന്നാൽ ഉള്ളിൽ വിശ്വാസം ഒഴിവാക്കുകയും അല്ലെങ്കിൽ അവിശ്വാസം മറച്ചു വെക്കുകയും എന്തെല്ലാം ഫിത്നകൾ ഉണ്ടാക്കാൻ കഴിയുമോ ആ സമയത്തൊക്കെ ഉള്ളിലൂടെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കൂട്ടരുടെ ഒരു സ്വഭാവമാണ് ഈ ആയത്തുകളിൽ പറയുന്നത്. ഇന്നല്ലദീന ഇർതദ്ദു അലാ അദ്ബാരിഹിം, പിൻഭാഗത്തേക്ക് മുർത്തദ്ദാകുക എന്ന് കേട്ടിട്ടില്ലേ? ഇസ്ലാമെന്ന് മുർത്തദ്ദാകുക, ഇസ്ലാം ഒഴിവാക്കി പോവുക. ഇവർ പരസ്യമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ ഉള്ളിൽ അവർ ഇർത്തദ്ദാന്ന് തന്നെയാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒഴിവാക്കിയാൽ പോയിരിക്കുകയാണ്. ഈമാനിനെ, ഹിദായത്തിനെ ഒഴിവാക്കി പോയവർ അലാ അദ്ബാരിഹിം, അവരുടെ പിൻഭാഗത്തേക്ക്, സന്മാർഗത്തിൽ നിന്നും ഈമാനിൽ നിന്നും തിരിഞ്ഞു പോയ ഒരു കൂട്ടർ. അവരെ എപ്പോഴാണ് അങ്ങനെ പോയത് അതും ഖുർആൻ വ്യക്തമാക്കുകയാണ്. മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദ, ഹിദായത്ത്, സന്മാർഗം, നല്ല വഴി ഏതാണ്, സത്യത്തിന്റെ പാത ഏതാണ് എന്ന് അവർക്ക് വ്യക്തമായതിനു ശേഷമാണ് പോയത്. അതാണ് ഇതിലുള്ള അത്ഭുതം. സംഗതി വ്യക്തമായി മനസ്സിലായി, ഇതന്നെയാണ് ശരി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം തിരിഞ്ഞു പോയ ആൾക്കാർ. അവരെന്താണ് അങ്ങനെ ചെയ്തത്? അവർക്ക് ശൈത്താൻ അവരെ പിന്നാലെ കൂടിയതാണ് പ്രശ്നം. ശൈത്താൻ സവ്വല ലഹും, ശൈത്താൻ അവർക്ക് ഭംഗിയാക്കി അലങ്കൃതമാക്കി കാണിച്ചു കൊടുത്തു അമാല, അവരുടെ പ്രവർത്തനങ്ങൾ. സവ്വല എന്നത് സൂറത്ത് യൂസുഫിനെ പൊട്ടക്കിണറ്റിലിട്ടവർ വന്നപ്പോ വാപ്പ യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, ബൽ സവ്വലത്തിലക്കും അംഫുസുക്കും അംറൻ, ഇതേ പദമാണ് ഉപയോഗിച്ചത്. സവ്വല, സയ്യന എന്നർത്ഥം. താൻ ചെയ്യുന്ന കാര്യം ശരിയാണ് എന്ന് അവർ തോന്നിക്കുക. അതായത് യാക്കൂബിനോടാണ് കൂടുതൽ സ്നേഹം, ഞങ്ങളോടൊന്നും ആ സ്നേഹമല്ല, അതുകൊണ്ട് യൂസുഫിനോടാണ് കൂടുതൽ സ്നേഹം, അതുകൊണ്ട് യൂസുഫിനെ തന്നെ ഒഴിവാക്കി കളയാം. കൊല്ലാനാണ് തീരുമാനിച്ചത് ആദ്യം, പക്ഷെ അവര് കൊന്നില്ല. കൊല്ലണ്ട, നമ്മള് ഓനോട് ഒഴിവാക്കുക എന്ന് പറഞ്ഞ് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടു. അപ്പൊ ആ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഇടുന്നത് ആവശ്യമാണ് എന്നവർക്ക് തോന്നിച്ചു. ശൈത്താൻ അങ്ങനെ തോന്നിപ്പിച്ചു. അതാണ് ന്യായം. ഇവിടെ ഇപ്പൊ ഈ പ്രശ്നത്തിന് ഉപ്പാന്റെ ഈ അനീതിക്കെതിരെ, അന്യായത്തിനെതിരെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ സഹോദരനെ ഒഴിവാക്കി കളയാം. അപ്പൊ അങ്ങനെ ചെയ്യുക എന്നത് ആ സമയത്ത് ആവശ്യമാണ് എന്ന് തോന്നിക്കാം. അതാണ് ശൈത്താൻ ചെയ്യുന്ന പണി. പ്രവർത്തനങ്ങൾ ഖുർആന്റെ പ്രയോഗം ഭംഗിയാക്കി കാണിച്ചു കൊടുത്തുകൊണ്ട്, അതായത് സാധാരണ നിലക്കുമല്ല, കൂടുതൽ ഭംഗിയുള്ളത്, അതായത് കൂടുതൽ ആകർഷകമായത്, അവിടെ അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് തോന്നിക്കുക. ശിർക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ചും ഖുർആൻ അങ്ങനെ പ്രയോഗിച്ചതായിട്ട് കാണാം. സൂറത്തുൽ നംലിൽ ബിൽഖീസ് രാജ്ഞി
അവർ സൂര്യനും മറ്റുമൊക്കെ ആരാധിക്കുന്നവരെ. അപ്പോ ആ ശിർക്കിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നതും ഇത് തന്നെയാണ്. ചെയ്യുന്ന ശിർക്ക് അല്ലാഹു അല്ലാത്ത മറ്റേതെങ്കിലും വ്യാജ ദൈവത്തെ ആരാധിക്കുന്നതും ആരാധനകൾ അർപ്പിക്കുന്നതും നല്ല കാര്യമാണ്, അത് ചെയ്യേണ്ടത് തന്നെയാണ് എന്ന് തോന്നുക. അതുകൊണ്ടാണല്ലോ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ പോണത്, അല്ലേ? ജാറങ്ങളിലേക്കും അള്ളാഹു അല്ലാതെ ആരാധനകൾ നടത്തുന്ന ഹിന്ദുക്കളാകട്ടെ നമ്മളാൾക്കാരാകട്ടെ ഒക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ടല്ലോ. ഈ ഇത്തരം സ്ഥലങ്ങളിൽ മാത്രം പര്യടനം നടത്തുന്ന ആൾക്കാരെ കാണാം. അപ്പൊ അത് ചെയ്യേണ്ടത് തന്നെയാണ് എന്ന് അവർക്ക് തോന്നുകയാണ്. ആ തോന്നിപ്പിക്കുന്നത് പിശാചാണ്. അപ്പോ ശിർക്ക് നന്നായി തോന്നുക, കുഫ്ർ നന്നായി തോന്നുക, ഹറാമുകൾ നന്നായി തോന്നുക. അപ്പോൾ വ്യഭിചാരാകട്ടെ, കള്ളുകുടി ആകട്ടെ, ലഹരി ഉപയോഗിക്കലാകട്ടെ, ഇതൊക്കെ അതാണ് വലിയ കാര്യം എന്ന് തോന്നുകയാണ്. നിങ്ങൾ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെ ഇവർക്കതൊക്കെ ചെയ്യാൻ കഴിയണമെന്നില്ല. അതായത് ഒരു പുരുഷൻ, അയാൾക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, രണ്ട് കുട്ടികളുണ്ട്. പെണ്ണ്, ഓൾക്ക് ഭർത്താവുണ്ട്, 2 കുട്ടികളുണ്ട്. അങ്ങനെ ഇവർ രണ്ടാളും അയൽവക്കക്കാരാണ്, ഇവർ ബന്ധപ്പെടുകയാണ്. പിന്നെ അവർക്ക് ഒന്നിച്ച് ജീവിക്കണം. എന്നിട്ട് പോലും ഈ കുട്ടികളെ ഒഴിവാക്കിയിട്ട് പോലാൻ നാടിട്ടുപോയി. നടന്ന സംഭവമാണ്, നമ്മളെ കേരളത്തിൽ നടന്ന സംഭവമാണ്. നാടിട്ട് പോയിട്ട് ലോഡ്ജിൽ റൂം എടുത്ത് 8-10 ദിവസം താമസിച്ചു. എന്നിട്ട് റൂമില് 2 ആളും ആത്മഹത്യ ചെയ്തു. സ്വന്തം മക്കൾ അവിടെ കിടക്കുന്നുണ്ട്, ചെറിയ കുഞ്ഞു മക്കള്. അപ്പൊ എന്താണ്, നമുക്ക് 2 ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ മരിച്ചു കളയാം, മക്കളെന്തെങ്കിലും ആയിക്കോട്ടെ. ഈ രൂപത്തിൽ മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഒരവസ്ഥയിൽ എത്തിക്കുക, ഇതാണ് സയ്യന ലഹുമു ശൈത്താൻ എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ പറഞ്ഞത് സൗവല, ഒരേ അർത്ഥം തന്നെ, ഭംഗിയാക്കി, അതാണ് ചെയ്യേണ്ടത്, അതാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് തോന്നിപ്പിക്കുക, അതാണ്. അപ്പോൾ ഇവർക്ക്, ഈ മുനാഫിക്കുകൾക്ക് തങ്ങളുടെ ഈ അവസ്ഥ അതാണ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് തോന്നുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, യുദ്ധത്തിന് പോകുമ്പോൾ 300 പേർ, 1300 പേർ പകുതി വഴിയിൽ നിന്ന് തിരിഞ്ഞു പോയി, 1/3 പേര്. അപ്പോ യുദ്ധത്തിന് പോകാതെ തിരിഞ്ഞു പോവുക എന്നതാണ് ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്നവർക്ക് തോന്നിയിട്ടാണല്ലോ പോകുന്നത്. അതാണ് സൗവലലഹും, അത് ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു. ഖുർആൻ ഒരു വാചകം കൂടി പറയുന്നുണ്ട് അവിടെ, അംലാലഹും. അംല എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം അയച്ചിട്ട് കൊടുക്കുക എന്നാണ്. അതായത് അതിന് കൃത്യമായ ഉദാഹരണമായിട്ട് ഖുർആൻ തന്നെ പറയുന്നത്, ഒരു മീൻ പിടിക്കുന്ന ചൂണ്ടലിന്റെ അറ്റത്ത് എര കൊളുത്തിയിട്ട് മീൻ പിടിക്കുമല്ലോ. അപ്പോൾ മീൻ പിടിക്കുമ്പോൾ അത് വെള്ളത്തിൽ ഇട്ട് കൊടുക്കും, പുഴയിലോ കുളത്തിലോ ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു മീൻ വന്നിങ്ങനെ കൊത്തും, അപ്പൊ ചെറുതായിട്ട് ഇളകും. ആ പിടിക്കുന്ന ആൾക്ക് മനസ്സിലാവും ആ ഒരു മീൻ കൊത്തുണ്ട്. അപ്പൊ തന്നെ വലിക്കുവോ? വലിക്കൂല, കുറച്ച് അയച്ചു കൊടുക്കും. ആ അയച്ചിട്ട് കൊടുക്കുന്നതിനാണ് അംല എന്ന് പറയാം. അതായത് ഈ ഉറക്കെ പറഞ്ഞു, അത് വേറുണ്ട്. ഇത് ചൂണ്ടലിട്ട് കൊടുക്കുന്ന നല്ല വിഷയം അതല്ല. അവിടെയാണ് അയച്ചിട്ട് കൊടുക്കുക. എന്തിനാണ്? ഇത് ശരിക്കും കൊത്താൻ വേണ്ടിയിട്ട്, കൊത്തിന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. ഇവർ കുഫറിലും ശിർക്കിലും ഉൽമിലും ആണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെയും ഞങ്ങൾ കുറച്ചങ്ങനെയാണ് പോയി എന്ന് അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നാണ് ഖുർആൻ പറയുന്നത്. ലോകത്തെ സാമ്പത്തിക രംഗങ്ങളുടെ അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സുകളുടെ നിയന്ത്രണം ജൂതന്മാർക്കാന്നാ പറയുന്നത്, യഹൂദികൾക്ക്. എത്ര ചെറിയ ശതമാനം അവർ ലോകത്തുള്ളൂ. പക്ഷേ ലോകത്തിൻ്റെ പ്രധാന ബാങ്കുകളുടെയും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നൊക്കെ പറയില്ല, IMF, ഇതിൻ്റെ ഒക്കെ തലപ്പത്ത് അവരാണത്ര.
അതിനെപ്പറ്റി പഠിച്ചവർ പറയുന്നതാണ്. അപ്പോൾ പടച്ചവന് ഇത്രയും വെറുപ്പുള്ള കൂട്ടരുടെ കയ്യിലാണ് സമ്പത്തിന്റെ നിയന്ത്രണം അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ ഇതിൽപ്പെട്ടതാ. അംലാലഹു, അവർക്ക് അയച്ചിട്ട് കൊടുക്കാൻ, അവരെത്രത്തോളം അക്രമം ചെയ്യുന്നുണ്ട് എന്ന് രേഖപ്പെടുത്തപ്പെടാൻ, ഇന്നതൊക്കെ ചെയ്തു എന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെടാൻ, അതാണ് അംലാലഹു. അള്ളാഹു അവർക്ക് കുറച്ചും കൂടി സാവകാശം അയച്ചിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. ذَلِكَ بِأَنَّهُمْ قَالُوا, അവര് ഇപ്രകാരം പറഞ്ഞതാണ് അതിന് കാരണം, ഇങ്ങനെ സംഭവിക്കാൻ, അവർ ഈ അവസ്ഥയിലെത്താൻ കാരണം എന്താണ്? ഖാലു ലില്ലദീന കരിഹൂ മാ നസ്സലല്ലാഹ്, അവര് അള്ളാഹു ഇറക്കിയതിനെ വെറുത്ത കൂട്ടർ, അള്ളാഹു ഇറക്കിയത് വെറുത്തത് കൂട്ടർ എന്ന് പറയുന്നത് ശരിയായ കാഫറുകൾ അല്ലെങ്കിൽ മുശ്രിക്കുകൾ, പരസ്യമായി ശത്രുത പ്രകടിപ്പിക്കുന്ന ആൾക്കാർ, മുശ്രിക്കുകളായിട്ടുള്ള ആൾക്കാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇസ്ലാമിനോടും തങ്ങളുടെ ശത്രുത പരസ്യമായി പ്രകടിപ്പിക്കുന്നവരാണ്. ഇവരമാര് ഉള്ളിൽ വെച്ച് നടക്കല്ല. ആ പരസ്യമായി പ്രകടിപ്പിച്ച ആൾക്കാരോട് ഇവർ ചെന്ന് പറയാണ്, എന്താ പറയണത്? സനുതീഉക്കും ഫീ ബഅദിൽ അംരി, ചില കാര്യങ്ങളിൽ നിങ്ങളോട് ഞങ്ങൾ സഹകരിക്കാം. നുതീഉക്കും എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നാണ് നേരം. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അനുസരിക്കാം. ഫീ ബഅദിൽ അംരി, ചില കാര്യങ്ങളിൽ. അതായത് ഞങ്ങളിപ്പോൾ ഇവരെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും ചില കാര്യങ്ങളൊക്കെ പോലും പറഞ്ഞ് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ അവരെ അനുസരിക്കുന്നില്ല, സഹകരിക്കൂല, അവരെ കൂടെ നടക്കില്ല. നിങ്ങൾ പറയുന്നതിലും ഞങ്ങൾ അനുസരിക്കാം. സനുതീഉക്കും ഫീ ബഅദിൽ അംരി, ചില കാര്യങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ അനുസരിക്കാം. വല്ലാഹു യഅലമു ഇസ്റാറഹും, അപ്പോൾ അള്ളാഹു അതിന് അനുബന്ധമായിട്ട് പറയാണ്. ഇതിപ്പോൾ രഹസ്യമായിട്ടാണല്ലോ പറയുന്നത്. ആ രഹസ്യമൊക്കെ പടച്ചവൻ ശരിക്കും അറിയും. അപ്പോൾ അത് അറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. രഹസ്യമായി ഫിത്ന ഉണ്ടാക്കുന്ന, കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന, കുത്തിത്തിരിപ്പ് തന്നെയാണ് അമാനി ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടുള്ളത്. കുത്തിത്തിരിപ്പ് തന്നെ നമ്മുടെ നാടൻ ഭാഷ. കുത്തിത്തിരിപ്പുകൾ, ഫിത്നകൾ, ഫസാദുകൾ ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ അവർ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവർ വിചാരിക്കേണ്ട ഇതൊന്നും പടച്ചവൻ അറിയുന്നില്ല എന്നുള്ളത് കൃത്യമായി അറിയുന്നുണ്ട്. അതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള തെറ്റായ ധാരണയൊന്നും നിങ്ങൾക്ക് വേണ്ട എന്ന് വ്യക്തമാക്കുകയാണ്. അപ്പോൾ മുസ്ലിം സമൂഹത്തിൽ അധികാരമുള്ളിടത്ത് ഇവരുടെ ശല്യം വളരെ പ്രകടമായി തന്നെ അനുഭവപ്പെടും. ഉള്ളിലൂടെ അവർ നടത്തുന്ന ഫിത്നകളും അവർ നടത്തുന്ന കുത്തിത്തിരിപ്പുകളും കൃത്യമായി അവർ ചെയ്തുകൊണ്ടിരിക്കും. അള്ളാഹു അതൊക്കെ വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്നവരെ ഒരു താക്കീതും ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار